ഇന്നത്തേത് എൻ്റെ ഒരു വിഷു ദിവസത്തിൻ്റെ ഒരു വീഡിയോ ആണ്. സംഭവം റെസിപ്പി തന്നെയാണ്. അപ്പോൾ അന്ന് ഉടുക്കാൻ വേണ്ടി വെച്ചിരുന്ന സാരിയാണ്. സംഭവം ഇത് ഉടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല, അതിനുള്ള സമയം കിട്ടിയിട്ടുണ്ടല്ല. അപ്പോൾ അന്ന് നമ്മൾ ഹരിയാനയിൽ എല്ലാവരും കൂടെ ഒരു വീട്ടിൽ കൂടി വിഷു ആഘോഷിക്കുന്ന ഒരു ദിവസവും കൂടെ ആയിരുന്നു. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ നമ്മുടെ ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള 2 റെസിപ്പീസാണ്. അതായത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം പൈനാപ്പിൾ പുളിശ്ശേരിയും നമ്മളെ വടക്കൂട്ടുകറിയാണ് കിട്ടിയിട്ടുള്ളത്. പൈനാപ്പിൾ പുളിശ്ശേരിയുടെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും പോയി കാണുക. 3 മണിക്കൂർ കുതിർത്തിയിട്ടാൽ നമ്മുടെ ഉഴുന്നിനെ അരച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിത് ഇതുപോലെ വട ഉണ്ടാക്കിയെടുക്കാം. വട ഇങ്ങനെ ഉണ്ടാക്കാവൂ അങ്ങനെ ഉണ്ടാക്കാവൂ എന്ന ഒരു നിർബന്ധവും ഈ ഒരു കറിക്കില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം, കാരണം ഇത് മുറിച്ച് ഇടാനുള്ളതാണ്. സോ നല്ലപോലെ നമുക്ക് ഇത് മതി നമ്മുടെ ആവശ്യത്തിന്. ഞാനിപ്പോൾ ഒരു 10 ചെറിയ ചെറിയ ഗോളുകളായിട്ടാണ് ഇത് കണ്ടോ, ഇതുമാതിരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുറം നല്ല അടിപൊളിയായിട്ട് നല്ല മൊരിഞ്ഞും വരും, അകം നല്ല സോഫ്റ്റും ആയിരിക്കും. സോ നിങ്ങളത് കുറച്ച് നേരമെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിലോട്ട് ഞാൻ എടുക്കുന്നത് 3 സവാള 4 ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് പാൻ വെച്ച് പാനിലോട്ട് എണ്ണ, കടുക്, നമ്മുടെ കറിവേപ്പില, വറ്റൽമുളക് ഇട്ട് നമ്മുടെ സവാളയും ഉരുളക്കിഴങ്ങും ഒരേ സമയത്തിട്ട് ഉപ്പും ഇട്ട് അടച്ച് വെച്ച് വേവിക്കുക. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒരുവിധം വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇതിലോട്ട് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി, ഇത്രയും കൂടെ ഇട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊണ്ടുവരാം. ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അല്ലെങ്കിലും ഈ ഒരു സംഭവങ്ങളൊക്കെ എല്ലാവർക്കും ബേസിക്കായിട്ട് അറിയുന്ന കാര്യമാണല്ലോ. പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തമാണ് പൈനാപ്പിൾ പുളിശ്ശേരി. ഇതുപോലെ വടക്കൂട്ടറി എല്ലാ ജില്ലയിലും അവരുടേതായിട്ടുള്ള ഒരു സ്പെഷ്യൽ സംഭവങ്ങളുണ്ടാവും. അതുപോലെ നമ്മളുടെ സ്പെഷ്യലാണ് ഇത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നമ്മൾ ആ പഴയ വീഡിയോ, അതായത് നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരിയുടെ വീഡിയോ ഒന്ന് പോയി കണ്ടേക്കണേ. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഇപ്പോൾ നോക്കുന്നതെന്ന് വെച്ചാൽ 2ാം പാലാണ്. നമുക്ക് 2ാം പാലും വേണം, 1ാം പാലും വേണം. പൊടികളുടെ പച്ചക്കുത്തൊക്കെ മാറിയതിന് ശേഷം നമ്മൾ 2ാം പാലിട്ട് നല്ലപോലെ, ഒരുപാട് നമ്മൾ ഉരുളക്കിഴങ്ങ് ഒരുപാട് അങ്ങ് ഉടയ്ക്കേണ്ട, കുറച്ചൊക്കെ ഉടച്ചു കൊടുക്കാം. അതിലോട്ട് നമ്മളിത് നമ്മുടെ നമ്മുടെ വട കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചതും കൂടെ ആഡ് ചെയ്ത് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരല്പം വെള്ളം ഞാൻ ഈ ഒരു സമയത്ത് ചേർക്കുന്നുണ്ട്, കാരണം നമ്മുടെ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ വടയും നല്ലപോലെ വെള്ളം പിടിക്കും. അപ്പോൾ നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ സദ്യയിൽ ഒരു തൊട്ടുകൂട്ടാൻ എന്ന പോലെയാണ് നമ്മൾ ഈ ഒരു കറി വിളമ്പുന്നത്. അപ്പോൾ നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിലോട്ടും നമ്മുടെ ഈ വടയിലോട്ട് ഈ ഗ്രേവി ഫുള്ളും ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരിക. അപ്പോൾ ഓൾറെഡി നല്ലപോലെ ഇത് നോക്കിയാൽ നിങ്ങൾക്കറിയാം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കുമ്പോൾ ഇതിലോട്ടെല്ലാം അങ്ങ് എന്താ പറയുക, ഈ ഒരു ഗ്രേവിയുടെ ടേസ്റ്റ് ഫുള്ളും ഭയങ്കര ടേസ്റ്റാണ്. സംഭവം എന്താ വെച്ചാൽ ഇപ്പം നല്ലപോലെ നല്ല ഒരു തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ 1ാം പാല്, നല്ല കട്ടി 1ാം പാല് 1 കപ്പാണ് വീഴ്ത്തി കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. കാരണം ഒരുപാടിട്ട് നമ്മൾ ഇനി നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഒരുപാട് ഡ്രൈ ആയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതിലോട്ട് കുറച്ച് മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം മല്ലിയിലയും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഏതൊരു കറിയായാലും അതിൻ്റെ ഒരു ലാസ്റ്റ് ഒരു പരിപാടിയുണ്ട്. ഇതിനെന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടിപൊളി നെയ്യുണ്ടല്ലോ, ഒരു 2-3 സ്പൂൺ നെയ്യും കൂടെ വീഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി റെഡിയാണ്. അടച്ച് വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീട്ടിൽ റെഡിയാക്കി നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താ പറയുക, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോ. ഞാനും ട്രൈ ചെയ്ത് നോക്കി, ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ പറയണേ. ടാറ്റാ.